ഡോക്ടർ പി കെ ഗോപൻ. എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഉന്നയിച്ച വളരെ ഗുരുതരമായ മറ്റൊരു ആരോപണം, അത് എൻ വാസുവിൻ്റെ കാലത്ത് നടന്നതാണ്. ചില പുരാതന ക്ഷേത്രങ്ങളിലുള്ള ഈ പറയുന്ന വാർപ്പ്, അതുപോലെ കിണ്ടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പുരാതനമായ ക്ഷേത്രത്തിലുള്ളതാണ്. അതൊക്കെ ലേലം ചെയ്യണമെന്ന് എൻ വാസു പറഞ്ഞു. താൻ അതിനെ എതിർത്തു എന്ന് പറയുകയാണ്. അപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞു എന്തുകൊണ്ടാണ് ലേലം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് സൂക്ഷിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു എന്നതാണ്. ഇത് കാര്യം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് നിയമസഭയിൽ ഉന്നയിച്ചത്. അന്ന് ദേവസ്വം മന്ത്രിയും ഇതേ വാദം ഉന്നയിച്ചു എന്നതാണ്. അതിനർത്ഥം ഈ ഇത്തരത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഈ ലേലം ചെയ്യൽ എന്നൊക്കെ പറയുമ്പോൾ അത് എന്താകാം അതിലൂടെ ഉദ്ദേശിച്ചിരുന്നത് നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് വാസു അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നറിയില്ല. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പക്ഷേ ഈ പറയുന്ന അന്താരാഷ്ട്ര കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളാണോ എന്നൊരു സംശയം അത് രമേശ് ചെന്നിത്തല വീണ്ടും ഉന്നയിക്കുകയാണ് ഈ ഘട്ടത്തിൽ. മറ്റൊന്നിപ്പോൾ ഈ പറയുന്നത് പോലെ ഇതിലെ ഈ സ്വർണം വേർതിരിച്ച് കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ ഇതുവരെ കരുതുന്നതിന് അപ്പുറത്തേക്ക് ഇത് പോവുകയാണല്ലോ. ശബരിമലയിലെ സാധനങ്ങൾ അത് പഞ്ചലോഹ വിഗ്രഹം ഉൾപ്പെടെ കടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് മൂല്യം, 50 കോടി സ്വർണത്തിൻ്റെ മൂല്യമാണെങ്കിൽ ഇത് 500 കോടിയിലേറെയാണ് മറ്റു തരത്തിലേക്ക് ഇത് വിറ്റാൽ അവർക്കുണ്ടാകുന്നത്. അപ്പോൾ ആ ഇടപാടിൽ ആരൊക്കെ പങ്കെടുത്തു? പ്രവാസി വ്യവസായിയുടെ മൊഴി അനുസരിച്ച് ഒരു ഉന്നതൻ, ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു ഉന്നതന് പണം കൈമാറിയിട്ടുണ്ട് എന്നതാണ്. അത് ഈ ഡി മണിയും പോറ്റിയും ഉന്നതനും മാത്രം അടങ്ങുന്ന ഒരു സംഘം തിരുവനന്തപുരത്ത് വെച്ച് 2020 ഒക്ടോബറിൽ പണം കൈമാറി എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണത്? ആശങ്കപ്പെടുത്തുന്നതാണോ അത്? തീർച്ചയായിട്ടും ആശങ്കപ്പെടുക. ശ്രീമതി അനുജ, നമ്മൾ ഗസ് ചെയ്ത് അതിന് മറുപടി ഉണ്ടാക്കണ്ട. അത് SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീമാൻ ചെന്നിത്തല ഉന്നയിച്ച ആക്ഷേപങ്ങൾ അത് വളരെ മൂല്യമുള്ള ആൻറ്റിക്കുകളുടെ കാര്യമാണോ അതോ സാധാരണ അവിടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണോ എന്നുള്ളതിൻ്റെ വ്യക്തത വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഉയർന്നു വന്നൊരു പ്രശ്നം എന്താ അറിയോ? ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഈ ശബരിമലയിലെ അയ്യപ്പ സംഗമം മുൻകൂട്ടി വന്നതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ടത്. ഇത് കോൺഗ്രസിൻ്റെ പ്രചാരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട, അവർക്ക് ആശയസംഹിത രൂപപ്പെടുത്തി കൊടുക്കാൻ നിശ്ചയിച്ച കനകോലുവിൻ്റെ സിദ്ധാന്തമാണ്. കനകോലു ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറക്കാൻ നിശ്ചയിച്ചത്. പക്ഷേ അയ്യപ്പ സംഘം വന്നതുകൊണ്ട് ഇവർ നേരത്തെ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ കനകോലുവിൻ്റെ സിദ്ധാന്തത്തിലാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമായിട്ട് അടുപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയെ അട്ടിമറിക്കാൻ വേണ്ടി ഇവർ നടത്തിയ ഒരു തന്ത്രമാണ് ബ്യൂമറാങ് പോലെ ഇപ്പൊ ഇവർക്കെതിരായിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. ഫലത്തിൽ അതാണ് സംഭവിച്ചത്. രണ്ടാമത്തെ കാര്യം, ഈ ജില്ലാ ജഡ്ജിക്ക് തുല്യമായ ഒരാള് ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കണമെന്നുള്ള റിജിൽ മാക്കുറ്റിയുടെ ആക്ഷേപം അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് ശീലിച്ചാൽ മതി. എന്തൊക്കെയാ ആ ശീലമില്ല. മൂന്നാമതായിട്ട് ഈ കോൺഗ്രസിന്റെ സോണിയാഗാന്ധിയുടെ മോഷണമൊന്നും നമ്മളിവിടെ പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞെന്താ, നമ്മൾ പറഞ്ഞ പ്രശ്നം ഏറ്റവും കൂടുതൽ ബന്ധം ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാറിനോ കടകംപള്ളിക്കോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവർക്കോ ഉള്ള ബന്ധമല്ല, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമായിട്ടും കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനർക്ക് കൺവീനറുമായിട്ടും അതുപോലെ പാർലമെന്റ് മെമ്പർമാരുമായിട്ടാണ് ബന്ധം. അതാണ് വസ്തുത. അല്ലാതെ സോണിയാഗാന്ധിയുടെ സ്വർണ്ണമൊക്കെ വരട്ടെ, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ, അതിന് മുമ്പുമായിട്ടാണ് അത് സ്ഥാപിക്കാനാണ് നമ്മൾ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ ഈ SIT അന്വേഷിച്ച് സാധിക്കുമോ? ഗോപൻ അതിനാണ് മറുപടി പറയുന്നത്. ഡോക്ടർ ഗോപൻ, ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇത് ചർച്ചയാകും. കാരണം ഡി മണിയിലേക്ക് അന്വേഷണ സംഘം എത്തുമ്പോൾ മണിമണിയായി അയാൾ കാര്യങ്ങൾ പറയുകയാണോ എന്നുണ്ടെങ്കിൽ അത് ആരിലേക്കൊക്കെ എത്തിച്ചേരും? തുടരന്വേഷണം എങ്ങനെയാകും? CBI വരുമോ? അതൊക്കെ അറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. വളരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.